ബന്ധു നിയമന വിവാദത്തിൽ വളരെ കർശനമായ നിലപാടുമായി സിപിഐ എത്തുന്നു. സിപിഎമ്മിന് വലിയ വിമർശനമാണ് സിപിഐ മുഖപത്രമായ ജനയുഗം ഉയർത്തുന്നത്. ഈ സ്വജന പക്ഷപാതം എന്ന് പറയുന്നത് അഴിമതി തന്നെയാണ് എന്നാണ് ജനയുഗത്തിന്റെ മുഖപ്രസംഗം പറയുന്നത്. തനേഷ് തമ്പി കൂടുതൽ വിവരങ്ങളുമായി. തനേഷ്, എന്താണ് ജനയുഗം ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർത്തുന്ന പ്രധാന വിമർശനങ്ങൾ? ഡെൻസിൽ LDF-ന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന വിവാദങ്ങളുടെ വേരെടുക്കണം എന്ന പേരിൽ എഴുതിയിട്ടുള്ള മുഖപ്രസംഗത്തിലും എഡിറ്റോറിയൽ പേജിൽ ബേബിക എഴുതുന്ന വാതിൽ പഴുതിലൂടെ എന്ന പങ്ക്തിയിലുമാണ് ഇപ്പോൾ CPM-നെതിരെ ശക്തമായ നിലപാട് CPI മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വജനപക്ഷപാതം നിസ്സംശയം അഴിമതിയാണ് എന്ന് ഇതിൽ പറയുന്നു. മാത്രമല്ല, ഒരു വ്യാഖ്യാനം കൊണ്ടും അതിന്റെ മുഖം മിനുക്കാനാവില്ല. ഉന്നത യോഗ്യത നേടിയവരും തൊഴിൽ രഹിതമായ വൻ പടയുടെ മുന്നിൽ സ്വജനപക്ഷപാതവും അതുവഴി നടക്കുന്ന നിയമനവും അക്ഷന്തവ്യമായ കുറ്റവും അനീതിയുമാണ് എന്ന് പറയുന്നു. എതിരാളികളുടെ അഴിമതി കഥകളും അല്ലെങ്കിൽ അവരുടെ നടപടികളും പറഞ്ഞുകൊണ്ട് സ്വന്തം നിലപാടുകളെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു മുന്നറിയിപ്പ് കൂടി ഈ മുഖപ്രസംഗത്തിൽ വെക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഒരു മൂല്യശോഷണം ഇടതുപക്ഷത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് താങ്ങാനുള്ള സഹിഷ്ണുത ഇടതു പാർട്ടികൾക്കോ അതിന്റെ അണികൾക്കോ പ്രവർത്തകർക്കോ ഉണ്ടാകില്ല. സംഭവിച്ച പാളിച്ചകളും വീഴ്ചകളും ഉടൻ തിരുത്തപ്പെടണം എന്നും അദ്ദേഹം ജനയുഗം മുഖപ്രസംഗത്തിലൂടെ പറയുന്നു. വാതിൽ പഴുതിലൂടെ എന്ന പങ്ക്തിയിൽ നേരത്തെ നമുക്കറിയാം വിവാദമായ ഒട്ടേറെ വിഷയങ്ങളിൽ വാതിൽ പഴുതിലൂടെ എന്ന പങ്ക്തിയിലൂടെയാണ് CPI മറുപടി നൽകിയിരുന്നത്. അതിൽ പറയുന്ന പ്രസക്തമായ കാര്യം തെറ്റ് ചെയ്തിട്ട് അത് തിരുത്തുന്നതിനേക്കാൾ നല്ലത് തെറ്റ് ചെയ്യാതിരിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, എപ്പോഴും തെറ്റുകൾ തിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ ഒരു യജ്ഞമാക്കി അദ്ദേഹത്തിന്റെ സ്വൈര്യം കെടുത്തരുത് എന്നും പറയുന്നു. തെറ്റ് ചെയ്താൽ അത് പൂഴ്ത്തിവെക്കാമെന്ന് ആരും കരുതരുത്. ഇതെല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി നിൽക്കുന്ന ഒരു പൊതുസമൂഹമുണ്ടെന്നും മറന്നു പോകരുത് എന്നും വാതിൽ പഴുതിലൂടെ എന്ന പങ്ക്തിയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ മുഖപ്രസംഗത്തിലൂടെയും പങ്ക്തിയിലൂടെയും നിശിതമായ വിമർശനങ്ങളും ഓർമ്മപ്പെടുത്തലും മുന്നറിയിപ്പും നൽകുകയാണ് CPI ഈ ഘട്ടത്തിൽ.